ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു 5 മിനിറ്റോളം അച്ഛൻ നിങ്ങളോട് അറിയിപ്പുകൾ നൽകും. അത് പ്രാർത്ഥനയുടെ ഭാഗമല്ല. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ എഴുന്നേൽക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് പ്രൈസ് ആൻഡ് വർഷിപ്പാണ്. ആ പ്രൈസ് ആൻഡ് വർഷിപ്പ് കഴിയുമ്പോഴാണ് യഥാർത്ഥ ധ്യാനം തുടങ്ങുന്നത്. ഇപ്പോഴ് അറിയിപ്പിൻ്റെ സമയമാണ്. അറിയിപ്പ് നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് ഇപ്പോഴും അറിയിപ്പ് പറയാൻ കാരണം, നമുക്ക് അടുത്ത ശനിയാഴ്ച ഒക്ടോബർ 28 നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമയമാണ്. 10,000-കണക്കിന് മനുഷ്യർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നിന്ന് അർത്തങ്ക ബസിലിക്കയിലേക്ക് വർഷത്തിലൊരു പ്രാവശ്യം നടത്തുന്ന ജപമാല റാലിയാണ്. ആയിരക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന റാലി നടത്തി. ഇവിടുന്ന് പ്രവർത്തകർ മാത്രം. കാര്യം പ്രവർത്തകർ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അമ്മ എന്നോട് പറഞ്ഞത് ഈ പള്ളിമണി പോലെയാണെന്ന് പറഞ്ഞ്. പള്ളിമണി എല്ലാവരും മണിയടിച്ച് പള്ളിയിടത്ത് കയറ്റും. മണി ഒരിക്കലും കയറത്തില്ല പള്ളി. അതുപോലെ പ്രവർത്തകർ എല്ലാവരും റാലിക്ക് വേണ്ട ഉപകാരങ്ങളൊക്കെ ചെയ്ത് അത് സംഘടിപ്പിച്ച് നടക്കും. അവർ റാലിയുടെ ഭാഗമല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി, പ്രവർത്തകർക്ക് വേണ്ടി മാത്രം 10-200 പേരുടെ ഒരു ജപമാല റാലി ഞങ്ങളിവിടെ ഇന്നലെ 3 മണി തൊട്ട് 3:30 തൊട്ട് 7:30 മണി വരെയാണ് അർത്തങ്കിലെത്തി. എപ്പോഴും 7-7:30 മണിയായി നടന്ന് ജപമാല ശൈലി അവിടെ എത്തി. നിങ്ങൾ ഈ റാലി പങ്കെടുക്കാൻ പോകുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. കാര്യം ഒത്തിരിയേറെ പ്രതീക്ഷയോടുകൂടിയാണ് ആൾക്കാർ ജപമാല, മാതാവിൻ്റെ ജപമാല പ്രാർത്ഥിച്ച്. നമ്മുടേതെന്ന് പറയുമ്പോൾ ഒരു റിച്ച് റോസറി റാലിയാണ്. കാരണം 10,000-കണക്കിന് എല്ലാ നാനാ വിശ്വാസികൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും അപ്പന്മാരുടെ മക്കളൊക്കെ ലഹരിക്കൊക്കെ അടിപ്പെട്ടു പോകുന്ന കാരണം അവർക്ക് എവിടെ ചെന്ന് പറയണമെന്ന് അറിയാൻ പാടില്ല. അത്ര കണ്ട് അവർ വേദന അനുഭവിക്കുന്നുണ്ട്. ചില മക്കൾ ഡിപ്രഷനിലേക്ക് പോകുന്നു, പലരും യൂത്തുകളും. അപ്പോൾ അതിനൊക്കെ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. തൽക്കാലം ഇങ്ങനെ ഒടിഞ്ഞ അസ്ഥി നമ്മൾ കമ്പിയൊക്കെ ഇട്ട് വെച്ചാലും കമ്പി ഇട്ടതുപോലെ നമുക്ക് തോന്നും. അതാണ് മരുന്നിൻ്റെയൊക്കെ ഒരു കുഴപ്പം. അതാണ്. ഇതുപോലെ ദൈവം തന്നെ സുഖപ്പെടുത്താതെ ഒരാളും പരിപൂർണമായിട്ട് സുഖപ്പെടുകത്തില്ല. അപ്പോൾ അവരുടെ മനസ്സും അങ്ങനെയുള്ളവരുടെയൊക്കെ മനസ്സും, ചിലരൊക്കെ സാമ്പത്തികമായ ബാധ്യതകളും കടങ്ങളുമൊക്കെ, ചിലർക്ക് ജീവിതം അവർ കൈപിടിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. അവരെയൊക്കെ എല്ലാവരും, ചിലർക്ക് രോഗങ്ങളാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലിരിക്കുന്നത് റാലി വരട്ടെ, ഉടമ്പടി എടുത്ത് എല്ലാവരും എടുക്കാൻ പോകുന്നവരും ഒരുമിച്ച് മാതാവിൻ്റെ തിരുസേന യാതനായ യാത്ര നടത്തിയാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവതിരുസേനയെ സമർപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വരുന്നതനുസരിച്ച് ചേർന്നാൽ മതി. തിരക്കിട്ട് ധൃതി ഉണ്ടാക്കി വാഹനാപകടം ഉണ്ടാക്കരുത്. വരുന്ന മുറക്ക് പതുക്കെ ചേരണം. ഞങ്ങളിവിടുന്ന് 5:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പം നിങ്ങൾ വാഹനത്തിലിരിക്കുന്നൊരു 5:30 തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണമെന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് 5:30 എത്തരുത്. അതെങ്ങനെ പതുക്കെ 5:30, 6:30, 7:30, 8:30, 9:30, 10:30 മണി വരെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ പോലും അങ്ങനെയായിരുന്നു. 10:30 മണി വരെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവരവിടെ വരുമ്പോൾ ആ റാലിയുടെ അറ്റം വരുമ്പോൾ 5:30 മണിയാവും, 5 മണിയാവും. അർത്തങ്കൽ ശുശ്രൂഷ 5 മണി വരെ ഉണ്ടാകും. റാലി വരണവരെ അർത്തങ്കൽ അഭിനന്ദ പിതാക്കന്മാരുടെ പരിശുദ്ധ കുർബാനയും സന്ദേശമൊക്കെ ഇട്ട് വളരെ, അത് കഴിഞ്ഞിട്ട് ആരാധനയാണ്. ഇപ്പോൾ ഒരു 10:30 നമ്മളെ റാലി അവിടെ എത്തിയാൽ 10:30 നമ്മുടെ കോഴിക്കോട് അഭിനന്ദ ചക്കരക്കൽ പിതാവിൻ്റെ പരിശുദ്ധ കുർബാനയാണ്. അതൊരു 11:30, 12 മണിയാകുമ്പോൾ കാഞ്ഞിരപ്പള്ളി പിതാവിൻ്റെ, അറക്കൽ പിതാവിൻ്റെ ജപമാല റാലി സന്ദേശമാണ്. അപ്പോൾ അതൊരു 1 മണിയാകുമ്പോൾ, മിക്കവാറും 1:30 മലങ്കര റൈറ്റിൽ പത്തനംതിട്ട പിതാവിൻ്റെ സാമൂരിർണേസ് പിതാവിൻ്റെ പരിശുദ്ധ കുർബാനയാണ് മലങ്കര റൈറ്റിലെ. അതിനുശേഷം അത് ഒരു 3 മണിക്ക് അവസാനിക്കുകയാണെങ്കിൽ ആ 3 മണി മുതൽ പിന്നെ ആരാധനയാണ്. ഞാൻ ഉൾപ്പെടെ ശുശ്രൂഷയിലിരിക്കുന്ന എല്ലാ വൈദികരുടെയും ഒരു ആരാധനയും സമാപനത്തിൽ ആരാധന. നിങ്ങളുടെ ആ ആരാധനയിലാണ് എല്ലാവരുടെയും വിഷയങ്ങളെ കളക്ട് ചെയ്ത് പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നത്. അത് മിക്കവാറും 2 മണിക്കൂർ ആരാധന ഉണ്ടാവും. അപ്പോൾ ഇതാണ് ടൈം ടേബിളിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അതനുസരിച്ചിട്ട്
നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ ഡിപ്പോകളും ട്രാൻസ്പോർട്ട് ഡിപ്പോകളിൽ നിന്നും ബസ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ KSRTC തന്നെ റാലിക്ക് വേണ്ടി ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 50 പേര് അനുസരിച്ച് എല്ലാ ഡിപ്പോയും കേരളത്തിൻ്റെ അറ്റം തൊട്ടറ്റം കാസർഗോഡ് വരെ, ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ എല്ലാ ഡിപ്പോയിൽ നിന്നും ട്രാൻസ്പോർട്ട് ബസ്സുണ്ട്. റാലിക്ക് വേണ്ടി അവരെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അവിടെ പോയി ബുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ പ്രൈവറ്റ് ആയിട്ട് വരുന്നവരുണ്ട്. വരുന്നവരെല്ലാവരും പ്രാർത്ഥനയുടെ മൂഡിൽ വരണം. ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. അപകടങ്ങളൊന്നും ഉണ്ടായില്ലാതെ സ്വസ്ഥവും സമാധാനവും സുരക്ഷിതവുമായി എത്തുകയും കണ്ണീരിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ വിഷയത്തിനും മേലും ദൈവിക തീരുമാനം എത്രയും വേഗം ഉണ്ടാകാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ തന്നെ നേരത്തെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിരിക്കണം. ഒരു കുപ്പി വെള്ളമോ ഇത്തിരി ഭക്ഷണമൊക്കെ കൈ കരുതണത് ബുദ്ധിപരമാണ്. ഞങ്ങളെ കരുതിയിട്ടുണ്ട് ഇവിടെ തീർച്ചയായിട്ടും. അല്ലാതെ തന്നെ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ റാലി മുറിഞ്ഞു പോകാതിരിക്കാനും ഇടയ്ക്കുന്നൊക്കെ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് അവിടെ നിന്ന് പിന്നെ അത് അങ്ങനെ ഒരു സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു 4 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ആ 4 മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തും അവിടെ. 4:30 കൂടി പോയാൽ 4:30 മണിക്കൂർ അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. കുറച്ച് ഭക്ഷണം അവിടെയും ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്, വെള്ളം ക്രമീകരിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ കയ്യിൽ കുറച്ച് വെള്ളവും കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇൻ കേസ് ഇപ്പോഴും മഴ പൊടിഞ്ഞു കണ്ടില്ലേ, അപ്പോൾ അതനുസരിച്ച് ഒരു കുട കൂടി കരുതുന്നത് നമുക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോൾ സന്തോഷമായിരിക്കുക. ആദ്യത്തെ അറിയിപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ അറിയിപ്പ്, അതായത് ഇപ്പോഴ് കൃപാസനത്തിൽ ഈ ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ മാസം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയത്തില്ല. അതായത് ഉടമ്പടി ഓപ്പണായിട്ട് ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. 9:00 ഉടമ്പടി തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ലൈവായിട്ട് ഉടമ്പടി കാണിക്കും. അപ്പോൾ ആയിരക്കണക്കിന് നൂറുകണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി എടുത്തിട്ടുള്ളവരും എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും പോകുന്നവരെല്ലാവരും അതിനോട് ചേർന്നിട്ട് നിങ്ങളുടെ നിയോഗങ്ങൾ ടൈപ്പ് ചെയ്ത്, നമ്മൾ ഉടമ്പടി വെച്ചിട്ടുള്ളതാണെങ്കിൽ പോലും ആ നിയോഗങ്ങൾ വീണ്ടും മാതാവിൻ്റെ തിരുസന്നിധിയിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ഭാഗമാക്കാനും, പിന്നെ ഇപ്പം നാളെ ഇന്നൊരു പ്രയാസം ഉണ്ടായി, അപ്പം നിങ്ങൾ കാത്തിരിക്കണം. നാളെ ഉടമ്പടി 9:00 ലൈവാകും. ആ ലൈവിൽ ഞാനിത് മാതാവിനോട് നേരിട്ട് പറയും. അപ്പോൾ ആ പ്രാർത്ഥനയുടെ 10,000 അനുഗ്രഹിക്കപ്പെടുന്ന ആ പ്രാർത്ഥനയുടെ കൂടെ നിങ്ങളുടെ വിഷയം ഏറ്റെടുത്ത് നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ലിങ്കിൽ ഒരു സുരക്ഷിതത്വം കിട്ടി ആ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ പോകാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യണം. എനിക്ക് അറിയിപ്പായിട്ട് തൽക്കാലം ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ. ബാക്കിയുള്ളത് ചെറിയ അറിയിപ്പുകളാണ്, അത് അവസാനം പറഞ്ഞോളാം. ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് പോവുകയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള 2015 മുതൽ ലക്ഷക്കണക്കിന് മക്കളാണ് നാളിതുവരെ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ളത്. ഒപ്പം തന്നെ ഓൺലൈനായി മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. ഒപ്പം തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വഴി തങ്ങളുടെ നിരവധിയായ നൊമ്പരങ്ങൾ ഓരോ ദിവസവും മരിയൻ സന്നിധാനത്തിൽ ഇറക്കി വയ്ക്കുന്ന മക്കളുണ്ട്. ഓരോരുത്തരുടെയും വിവിധങ്ങളായ ജീവിത വിഷയങ്ങളെ ഈ സമയം ഞങ്ങൾ ഈ ആരാധനയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ ദൈവമാതാവേ, ഈ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി നീ മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ സമയബന്ധിതമായി ഞങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന ഓരോ ജീവിത ദുരിതങ്ങളിലും ഇടപെട്ടുകൊണ്ട് ആ മക്കളെ ഓരോരുത്തരെയും
സാക്ഷികളാക്കി ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആ മക്കളെ എത്രയും വേഗം നിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഈശോനെ നോക്കിക്കൊണ്ട് തന്നെ ലോകസമാധാനത്തിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കണം. ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യരുടെ ഇടയിൽ കടന്നു വരുമ്പോഴും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുമ്പോഴും അഭിവാദനം ചെയ്ത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. ശിഷ്യന്മാരെ അയക്കുമ്പോഴും സമാധാനത്തിൻ്റെ ദൂതനെക്കുറിച്ചുമൊക്കെ കർത്താവ് ആവർത്തിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ ഫലം സമാധാനമാണെന്നും നമുക്ക് വ്യക്തമായിട്ട് ഗ്രഹിച്ച് അറിയുകയും ചെയ്യാം. ഇനി ഈ സമയം അശാന്തിയിലും വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ലോകസമാധാനത്തിനു വേണ്ടി ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ പൊതുധാരണയുണ്ടായി സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇടവരുത്തുവാൻ വേണ്ടി നമുക്കിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് രാഷ്ട്രത്തലവന്മാരിലൂടെയും സമാധാനവും നീതിയും പുനഃസ്ഥാപിക്കുവാൻ അങ്ങയുടെ ശക്തമായ ഇടപെടലും അങ്ങയുടെ വലിയ സാന്നിധ്യവും ആ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഉണ്ടാകുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിപ്പോൾ സ്തുതിക്കാം. അയച്ച് ഭൂമുഖത്തെ നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആരാധന മണിക്കൂറിൽ ഏറെ പ്രത്യേകമായിട്ട് നിന്റെ സ്വാന്തനം ആവശ്യമായിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടികളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങൾ, ജോലിയില്ലാതെ മാസങ്ങളോളം വിഷമിക്കുന്ന സഹോദരങ്ങൾ, രോഗം എന്താണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങൾ, ലഹരി വസ്തുക്കൾ അടിപ്പെട്ടുകൊണ്ട് കുടുംബം തകർന്നിരിക്കുന്ന വ്യക്തികൾ, പ്രണയക്കെണികളിൽ അകപ്പെട്ടു പോയിട്ടുള്ള യുവതി യുവാക്കള്, പരിശുദ്ധമേ ദൈവമാതാവേ, അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിപ്പോൾ പലവിധ ദുരന്ത അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ, നാളിതുവരെ കൃപാസന അൾത്താരയിൽ പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നിന്റെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന് ഈ ആരാധനാ സമയം ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഏറെ പ്രത്യേകമായിട്ട് നിന്റെ ദൈവിക ഇടപെടൽ
ഞങ്ങൾക്കിപ്പോൾ ആവശ്യമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും എത്രയും വേഗം ഈ അൾത്താരയിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യം പറയാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയിലൂടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ എടുത്തിട്ടുള്ള ഉടമ്പടിയിൽ വന്നു പോയിട്ടുള്ള പോരായ്മകളെ ഞങ്ങൾ ഓർത്ത് ഞങ്ങളിപ്പോൾ അത് പരിഹരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നു. ഈശോയെ, പലപ്പോഴും കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിലും ഞങ്ങൾ തന്നെ ഇറങ്ങി ഈശോയെ നിന്നെ അറിയിക്കുവാനുള്ള പ്രേക്ഷിത പത്രം വിതരണം ചെയ്യാനുമൊക്കെ ഞങ്ങൾ മടി കാണിച്ചു പോയിട്ടുണ്ട്. ഈശോയെ, ഞങ്ങൾക്ക് ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ, നിന്നെ മഹത്വപ്പെടുത്തി നിന്റെ പ്രവർത്തികൾ ചെയ്യാനുള്ളൂ എന്നുള്ള വലിയ ആന്തരിക ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഓരോ നിമിഷവും ഈശോയെ നിന്നെ മഹത്വപ്പെടുത്തി ജീവിച്ചുകൊണ്ട് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. പ്രാർത്ഥനാ നിയോഗം നമ്മുടെ അഖണ്ഡ ജപമാല റാലിയാണ്. ബഹുമാനയുടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരുപാട് പേര് വരുന്നത്. ഈ റാലി അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഇതിന് ശേഷം എത്രയോ പേരാണ് ഒരു തീരുമാനമെടുക്കുവാനും ജീവിതത്തിൽ വലിയ വലിയ ഗൗരവകരമായ എല്ലാ കാര്യങ്ങൾക്കും അവർ വെച്ചിരിക്കുന്ന വലിയൊരു സാധ്യതയും അനുതാപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങൾ എത്രയോ സാക്ഷ്യങ്ങളിലാണ് ഈ ജപമാല റാലി പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. റാലിയിൽ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ മനുഷ്യരെയും നമുക്കിപ്പോൾ സമർപ്പിക്കാം. വിദൂരദേശങ്ങളിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം വരുന്നവരുണ്ട്. ഈ ഒരു റാലിക്ക് ശേഷം ജീവിതത്തിനെ കുറിച്ച് ഞാനൊരു തീരുമാനമെടുക്കും, അത് അമ്മ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് വാശി പിടിച്ച് ഒക്ടോബർ 28 എന്ന് പറയുന്ന ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ്. ഈ റാലിയിൽ അമ്മ എന്നോട് പറയണം, അല്ലെങ്കിൽ എനിക്കിനി എന്ത് ചെയ്യണമെന്നറിയാതെ തന്നെ വളരെ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ചൊരുങ്ങി പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. മക്കൾക്ക് വേണ്ടി നടക്കുന്ന അപ്പനും അമ്മമാരുണ്ട്. മക്കൾ വിളിച്ചാൽ വരില്ല, വിശ്വാസം ഉണ്ടാവാൻ വേണ്ടി വരുന്ന അമ്മമാരുടെ എല്ലാ നിയോഗവും അവരുടേതായിരിക്കത്തില്ല നമുക്ക് ഉറപ്പാണ്. കാരണം പലരും ജപമാല റാലിക്ക് വരുന്ന മക്കൾക്ക് വേണ്ടിയാണ്, മറ്റുള്ളവരുടെ നിയോഗത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഇവിടെ എത്തിച്ചേരുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരു പക്ഷേ ജപമാല റാലിയിലോട് വരാൻ താല്പര്യമില്ലെങ്കിൽ പോലും നിർബന്ധം മൂലം എത്തിച്ചേരുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇവരെ സഹായിക്കുവാനായിട്ട് കൊണ്ടെത്തുവാനായിട്ട് എത്തുന്ന വാഹന സൗകര്യം നൽകുവാനായിട്ട് മാത്രം വരുന്നവരുണ്ട്. കൂടെ സഹായിക്കാൻ എത്തിച്ചേരുന്നവരുണ്ട്. അങ്ങനെ പങ്കെടുക്കുന്ന എല്ലാവർക്കും എമാവുസിൽ കർത്താവ് കൂടെ പോയ വലിയ അനുഭവം ഉണ്ടാകുവാനായിട്ട് ഇടവരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നടത്തിപ്പ് ഇവിടെ നിന്നുള്ള ഓരോ നിമിഷവും കർത്താവ് അനുഗ്രഹം ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട്. നടക്കുന്ന ഓരോ വ്യക്തികൾക്ക് ശാരീരികവും മാനസികമായും ദൈവം കൂടെയുണ്ടെന്ന് അമ്മയുടെ സാന്നിധ്യം സുഗന്ധാഭിഷേകമായും കൂടെ നടക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണം പോലും സംഭവിക്കത്തക്ക വിധ അനുഗ്രഹത്തോടും അനുഭവത്തോടും നാനാജാതി മതസ്ഥർ ദൈവത്തിൻ്റെ മക്കളായി ഒരുമിച്ച് ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ച് വിശ്വാസം പ്രയോഗിച്ച് മനസ്സിലും ആഴത്തിൽ ദൈവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ നിമിഷങ്ങളൊക്കെയും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാകാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഉടമ്പടി ഒരു ജീവിതയാത്രയാണ്. ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് ഉടമ്പടി പഠിപ്പിക്കുന്ന ഈ ജീവിതയാത്രയിൽ കർത്താവ് ഇടയനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം. നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമർപ്പിക്കുന്നു. ഒപ്പം അഭിമന്യ പിതാക്കന്മാരെ സമർപ്പിക്കുന്നു. അവിടെ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ അർപ്പിക്കപ്പെടുമ്പോഴും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോഴും എല്ലാം അനേകർക്ക് ദൈവാനുഭവം നൽകപ്പെടുന്ന അനുഭവം ഉണ്ടാകുവാനായിട്ട് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗായക ശുശ്രൂഷ ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. അണിയറയിൽ പ്രവർത്തിക്കുന്ന കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തിക്കുന്നു. ഇതേ സമയം തന്നെ ലോകമെമ്പാടും നടക്കുന്ന കൃപാസനത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള അനേകം ജപമാല റാലികളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. സഭയുടെ ശാക്തീകരണത്തിനും വിശുദ്ധീകരണത്തിനും ലോകങ്ങളുടെ ധാരണയ്ക്കും നമ്മുടെ വ്യക്തിപരമായി ഉടമ്പടി എടുത്തുപോയ എല്ലാ നിയോഗങ്ങളുടെ മേലും
അമ്മയൊരു തീരുമാനമെടുക്കുവാൻ, അമ്മ സാന്നിധ്യം അറിയിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മുടെ ഇടയനാണ്, അവൻ നമ്മളെ നടത്തും. അങ്ങനെ വലിയൊരു അനുഭവം, കർത്താവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം പ്രദാനം ചെയ്യുന്ന, ജീവിതത്തിൽ എന്നും നമ്മുടെ ആസ്തിയിലേക്ക് ചേർത്ത് വെക്കാൻ, ജീവിതത്തിൽ എന്ത് പ്രാർത്ഥിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പുണ്യാളൻ്റെ നടയിലേക്ക് നടന്ന ജപമാല അതെൻ്റെ ജീവിതത്തിൽ എന്നും വലിയൊരു അനുഭവമായിട്ട് മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഇടയനാണ് എന്നുള്ള ഈരടികളെ ഏറ്റുപാടി കർത്താവ് എന്നെ നയിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും, അവിടെ ചെന്നെത്തുമ്പോൾ അവിടെ നമ്മളെ സഹായിക്കുന്ന അർത്തിങ്കൽ ബസിലിക്കയിലെ പുരോഹിതരെയും ശുശ്രൂഷകരെയും സമർപ്പിതരെയും അങ്ങനെ അറിഞ്ഞും തെളിഞ്ഞും ഞങ്ങളെ സഹായിക്കുന്ന ഓരോരുത്തർക്കും അമ്മ മാതാവ് വലിയ കൃപയുടെ കൂടാരം തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ അങ്ങ് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ഇടയൻ എന്ന ഈരടികൾ ഇപ്പോൾ ഏറ്റുപാടാം. എന്റെ ഇടയൻ എന്നെ നടത്തും, എന്റെ ഉള്ളം കലങ്ങുകില്ല. എന്റെ ഇടയൻ എന്നെ നടത്തും, എന്റെ ഉള്ളം കലങ്ങുകില്ല. എന്റെ പരിപാലകൻ തെല്ലുമുറങ്ങുകില്ല. എന്റെ ദൈവം കൂടെയുള്ളപ്പോ എന്തിനേറെ കരഞ്ഞിടണം, നൊന്തുനീറി കരഞ്ഞിടണം. എന്റെ ഇടയൻ എന്നെ നടത്തും, എന്റെ ഉള്ളം കലങ്ങുകില്ല. നമുക്കിരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രാവശ്യത്തെ സാക്ഷ്യത്തിലെ മനോഹരമായ 2 പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാവശ്യത്തെ സാക്ഷ്യത്തിലെ 2 പ്രാർത്ഥനകളുണ്ട്. വളരെ മനോഹരമായ പ്രാർത്ഥന. ഭർത്താവും ഭാര്യയും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. 2 നോൺ ക്രിസ്ത്യൻസാണ്. നിഷ ആലുവ, അവരുടെ ഹസ്ബൻഡുമാണ്. അവരുടെ എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ്. അതിൻ്റെ ഉള്ളടക്കം ഭയങ്കര പോഷിതമായിട്ടുള്ളതാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹസ്ബൻഡിന് വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ല. അതാണ് സംഭവം. അങ്ങനെ ഒന്നിലും വിശ്വാസമില്ല. വൈഫിന് വിശ്വാസമുണ്ട്. അപ്പോൾ ഒരു ദിവസം അപ്പന് അസുഖം വന്നപ്പോൾ വൈഫ്, അവർ നേഴ്സാണ്, പ്രൊഫഷണൽ നേഴ്സാണ്. ഹസ്ബൻഡിനോട് പറഞ്ഞു, അപ്പൻ്റെ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ 84 വയസ്സുള്ള പ്രായമുള്ള ആളാണ്, രോഗിയാണ്. ഭയങ്കര ഈ സോറിയാസിസ് പോലെ മുതുക് മുഴുവനും ഇങ്ങനെ പഴുത്ത് അഴുകുകയാണ്. അപ്പോൾ എല്ലാവരും ബന്ധുക്കളൊക്കെ വന്ന് കണ്ടിട്ട് പറയണത് അപ്പം പെട്ടെന്ന് പോകും എന്നാണ് പറയണത്. എല്ലാവരും അങ്ങനെയാണ് പറയണത്, അപ്പം പെട്ടെന്ന് പോകും. അപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ വിളിച്ച് പറയും, എടി ഇനി മണിക്കൂറുകളേ ഉള്ളൂ, അപ്പം പെട്ടെന്ന് പോകും എന്നാണ് എല്ലാവരും പറയണമെന്ന് പറയും. അപ്പം നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടണില്ല, പരമസ്ഥ. വൈഫ് പെട്ടെന്ന് പറയണത്, നിഷ പെട്ടെന്ന് പറയണത്, നിങ്ങൾ ആ ഉടമ്പടി തൈലം എടുത്ത് അപ്പൻ്റെ മുതുകിൽ പെരട്ടാൻ പറയും. അപ്പം നേരത്തെ ഇതുപോലെ പറയുമ്പോൾ വൈഫ് പറയുമ്പോൾ ഈ ഹസ്ബൻഡ് പറയും, നീ ഒരു നേഴ്സല്ലേ, നീ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത്. എന്നുവെച്ചാൽ നിൻ്റെ പ്രൊഫഷനിൽ നീ സയൻറ്റിഫിക്കായിട്ട് ഹീലിംഗ് പഠിച്ചിട്ടുള്ള ആളാണ്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കണം എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം അവരുടെ വർത്തമാനത്തെ തടയും. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇപ്പോൾ ഈ അപ്പൻ്റെ ഈ വിഷയത്തിൽ മരുന്നിനൊന്നും ചെയ്യാനില്ല, അതാണ് വിഷയം. നമുക്കറിയാമല്ലോ, ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം.
നിങ്ങൾ എത്ര അടുപ്പമുള്ളവരായാലും നമ്മളുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഇപ്പോൾ ഹസ്ബൻഡ് മനസ്സിലായി ഒരു ഓപ്ഷൻ ഇല്ല. നമ്മളെല്ലാവരും ഒരു ഓപ്ഷൻ ഇല്ലാത്ത, ഇനിയൊരു തിരഞ്ഞെടുപ്പ് സാധ്യമല്ലാത്ത, തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇലക്ഷനല്ലേ, നമ്മുടെ ജീവിതത്തിന് ഒരു പോകും വഴിക്ക് വേറൊരു മാർഗമില്ലാതെ വരുന്നൊരവസ്ഥ എല്ലാവരുടെ മുമ്പിലും. നമ്മളിത് അത് വരും എന്ന് ഉറപ്പാണ്. അത് എപ്പോൾ വരുമോ നമുക്കറിയത്തില്ല. എത്ര വലിയ മനുഷ്യരായാലും എത്ര കപ്പാസിറ്റി ഉള്ളവരായാലും ഒരു ഹവർ നമുക്ക് എല്ലാം നിസ്സഹായമായ ഒരവസ്ഥ. അപ്പൻ്റെ അവസ്ഥ ഇതാണ്. പണ്ട് നീ ഒരു നേഴ്സല്ലേ എന്ന് ചോദിച്ച ഹസ്ബൻഡ് ഇപ്പോൾ ചോദിക്കണില്ല. അയാൾ ആ വിശ്വാസ പ്രമാണം നോക്കിയിട്ട് അത് നോക്കി ചെല്ലി അപ്പൻ്റെ മുതുകത്തി ഉടമ്പടി തൈലം പുരട്ടിക്കൊടുക്കും. അപ്പോൾ പിറ്റേ ദിവസം അങ്ങനെ ഒരു സംഭവം ആ മുതുകത്തില്ലാത്ത രീതിയിൽ അപ്പൻ അമ്മ പരിശുദ്ധ അമ്മ ഹീലാക്കി കൊടുക്കും. അപ്പോഴേ അദ്ദേഹം അപ്പോൾ വിശ്വാസത്തിൽ വരും. വിഷയം അതല്ല, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ രീതിയാണ്. പിന്നീട് പെട്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ് അപ്പം കിടന്ന് ആൾക്കാർ പൊക്കി കോരിയെടുത്താൽ മാത്രമേ അപ്പനെ കൊണ്ടുപോയി എവിടെയെങ്കിലും കട്ടിൽ കിടത്താൻ പറ്റത്തുള്ളൂ. ആ അപ്പൻ നടന്ന ആംബുലൻസിൽ കയറി. പക്ഷേ ഡോക്ടർ പറഞ്ഞ് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു. ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണ് ഒരു കഷണം. അത് ഉള്ളിലാണ്. അത് ഇത് രോഗമല്ല, മാതാവ് സുഖപ്പെടുത്തിയ രോഗമല്ല, വേറെ രോഗം അപ്പനുണ്ട്. അത് ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതോടുകൂടി ഈ മനുഷ്യൻ വിറച്ചുപോയി. ഈ മനുഷ്യൻ നേരെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് വെച്ച്, നിങ്ങൾക്കറിയാമല്ലോ കുറേ പേര് അങ്ങനെ കുറേ മനുഷ്യരുണ്ട്. രാവിലെ ഇങ്ങോട്ട് വരും, മാതാവിനെ നോക്കിക്കൊണ്ട് മണിക്കൂറോളം നിൽക്കും. അപ്പോൾ ഈ മനുഷ്യൻ ഇവിടെ വന്നിച്ചും മാതാവിനോട് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതാണ് എൻ്റെ പോയിൻ്റ്. മനുഷ്യൻ, അമ്മേ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാൻ നേരത്താണ് ഇപ്പം അപ്പന് ഈ രോഗം വന്നത്. അപ്പം ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ ഇത് സുഖപ്പെടുത്തിയേ മതിയാവത്തുള്ളെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാർക്കശ്യം പോലെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഈ സമയത്ത് മാതാവേ, ഈ സമയത്ത് പരീക്ഷിക്കരുത്. അതായത് അപ്പോൾ കുറച്ച് ടോൺ മാറി. എന്താണ്, അവരെല്ലാം ഒരുക്കി പോകാൻ നേരത്തിലാണ് അപ്പന് ക്യാൻസറാണെന്ന് പറയണത്. അപ്പോൾ ആ മനുഷ്യൻ നേരെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ സമയത്ത് പരീക്ഷിക്കരുത്. എന്താണ് പറയണത്? ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ആ ഒരു കണ്ടൻറ്റ് വയസ്സ് കണ്ട എന്താണ് പറഞ്ഞത്? അയാൾ എന്താ പറഞ്ഞത്? മാതാവേ, ഈ സമയത്ത് പരീക്ഷിക്കരുത്. നമ്മൾക്ക് ഇത്രയും ഇൻറ്റിമേറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയണം. ഇതൊരു ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി ഉള്ളവർക്ക്, അമിതമായ വിശ്വാസമുള്ളവർക്ക് വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. വല്ലതും പ്രാർത്ഥിച്ചാൽ മതി. ആ പ്രാർത്ഥന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇനി ഇദ്ദേഹത്തിൻ്റെ വൈഫ് നിഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്ന് പറയണത്, ഇവൾക്ക് സൗദി നേഴ്സാണ്. സൗദിയിൽ നിന്ന് ട്രാൻസ്ഫറായി വേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആൾ സ്വയം ടെർമിനേറ്റ് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ വിസ പ്രോസസ്സിങ്ങൊക്കെ ഭയങ്കര സ്ലോയാണ്. പല തരത്തിലുള്ള ഓരോ ഏടാകൂടങ്ങൾ വരികയാണ്. പക്ഷേ എന്നിട്ടും മാതാവ് ഈ നിഷയുടെ ഉടമ്പടി ഹോണർ ചെയ്തിട്ട് ഇവളെ പറയും. നിഷ പറയുന്നുണ്ട് ആ സാക്ഷ്യത്തിൽ, എനിക്ക് മനസ്സിലാവണില്ല, ആരോ എൻ്റെ കൂടെ നിന്ന് ഓരോ ഫയലും നീക്കണ പോലെ എനിക്ക് തോന്നണുണ്ടെന്ന്. അതിപ്പോൾ ഈ നിഷയുടെ മാത്രം ഹസ്ബൻഡല്ല, എക്സ്പീരിയൻസ് അല്ല. ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും ആൾക്കാർ ഇത് പറയുന്നുണ്ട്, ആരോ എൻ്റെ കൂടെ ഉണ്ട്. ഉടമ്പടി എടുത്തപ്പോൾ തോന്നി ആരോ എൻ്റെ കൂടെയുണ്ട്. പ്രസൻസാണത്. ഈ പ്രസൻസ് സെൻസ് ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിശുദ്ധിയോടെ ജീവിക്കണം. ചുമ്മാ ഞാൻ പറയണ പോലെ പോലും കെയർലെസ് വർത്തമാനങ്ങൾ പറയരുത്. ഞാനിങ്ങനെ കെയർലെസ് വർത്തമാനങ്ങൾ പറയില്ല. സമയത്ത് നാടൻ വർത്തമാനങ്ങൾ പറയത്തില്ലേ. അപ്പം അത് എൻ്റെ മനസ്സ് ഈശോയ്ക്ക് അറിയാവുന്ന കാരണം എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ നാടൻ വർത്തമാനം കയറി പറയരുത്. കാര്യം നിങ്ങളത് പറയാത്ത ആൾക്കാരാണ്. എന്നുവെച്ചാൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പോ അതല്ലെങ്കിൽ വൈരാഗ്യമോ ഈർച്ചയോ നിരാശമോ അല്ലെങ്കിൽ നിരാശയോ ഒന്നും ഉണ്ടാകരുത്. എനിക്കതൊന്നും ഇല്ലാതെയാണ് ഞാൻ അത് പറയണത്. ആ നെഗറ്റീവ് ഫീലിങ്സ് ഇല്ലാതെയാണ് അത് അതുകൊണ്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ വിശുദ്ധി പാലിക്കുന്നതിൻ്റെ കാരണങ്ങളൊന്ന് ഈ പ്രസൻസാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ. അത് പ്രോമിസിലുള്ളതല്ലേ. ആ പ്രോമിസ് ദൈവം പാലിക്കും. അപ്പം ഞാനെന്താ നിങ്ങളോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പ്രസൻസ് ഉള്ളത് കാരണം കെയർലെസ് ആയിട്ട് പോകരുത്.
ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. അതാണ് നിഷ പറയണത്. എൻ്റെ ഓരോ ഫയലും കൂട്ടുകാർക്ക് ആർക്കും വരണില്ല. കൂട്ടുകാരുടെ ആരുടെ ഫയൽ ഇപ്പം തന്നെ നിഷ കഴിഞ്ഞ ദിവസം വേറെ ഒരു സാക്ഷ്യമുണ്ട്. ഒരു 22 വയസ്സുകാരൻ, എന്നാ അയാളുടെ പേര്, 22 വയസ്സേ ആ പയ്യൻസിനുള്ളത്. പക്ഷേ നല്ല ഒരു സാക്ഷ്യമാണ്. അത് 22 വയസ്സെന്ന് പറയുമ്പോൾ അവന് ജർമ്മനി പോകാനാണ്. അതായത് ജർമ്മനി പോകാൻ വേണ്ടി ആദർശിൻ്റെ സാക്ഷ്യം അത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. 22 വയസ്സേ പയ്യൻസിനുള്ളൂ, പക്ഷേ സൂപ്പർ സാക്ഷ്യം. അവൻ പറഞ്ഞു, ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും പങ്കെടുക്കത്തില്ല, പള്ളിയിലൊന്നും പോകത്തില്ല, പോയാൽ തന്നെ അവസാനമേ കുർബാന എല്ലാം തീരാൻ നേരത്തെ ചെല്ലത്തുള്ളൂ, നീ കുർബാന എല്ലാം നേരെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കത്തില്ല. കുടുംബ പ്രാർത്ഥന സമയമാകുമ്പോൾ ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിച്ചൊക്കെ ഇരിക്കും, എന്ത് കുർബാന ഭക്ഷണ സമയത്ത് വരത്തുള്ളൂ. അങ്ങനെ എൻ്റെ കെയർലെസ് ലൈഫായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ആരോ എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നിയെന്ന്. അതാണ് ഇത് പ്രസൻസാണ്. ആരോ എൻ്റെ കൂടെ ഉള്ളത്. എന്നിട്ട് ഈ കൂട്ടുകാരുടെ എല്ലാം ഫയൽസൊന്നും ഓപ്പൺ ആകാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് ബ്ലോക്ക് ആകുമ്പോഴും ഇവൻ്റെ പ്രൊസീഡിങ്സ് കറക്റ്റ് ചെയ്ത് പോകും. എക്സാമിന് ചെല്ലുമ്പോൾ രസമുണ്ട്. എക്സാം ചെല്ലുമ്പോൾ ഈ ജർമ്മൻ എക്സാമാണ്. ജർമ്മൻ എക്സാം പകുതി പറഞ്ഞപ്പോൾ തന്നെ വൈവ സ്പീക്കിങ്ങിന് പകുതി പറഞ്ഞപ്പോൾ തന്നെ എക്സാം ചെയ്യുന്ന ആൾ പറഞ്ഞ് എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്താ കാര്യം, നിനക്കൊരു കുന്തം അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എഴുതി വെച്ച് അയാൾ നോക്കണമില്ല. അതായത് എഴുതിയ ആളിൻ്റെ എൻ്റെ അടുത്തിരുന്ന് എഴുതിയ ആളിൻ്റെ കണ്ടീഷനുമാണ്. ഓരോ ഇൻഡാസവനതേ എൻ്റെ അടുത്തിരുന്ന് എഴുതിയ ആളിൻ്റെ കണ്ടീഷനുമായത് കാരണം അവൻ്റെ അടുത്തിരുന്ന ഞാൻ എഴുതിയത്. അതുകൊണ്ട് എൻ്റെ പേപ്പറിനും നോക്കിയില്ല, വൈറസ് കയറുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ പേപ്പർ നോക്കിയില്ല. അപ്പോൾ ഞാനിവിടുത്തെ എൻ്റെ വൈവയും പോയി, എൻ്റെ റൈറ്റിങ്ങും പോയി. ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ്? പക്ഷേ രാത്രിയായപ്പോൾ മെസ്സേജ് വന്നു, നീ പാസ്സായെന്ന്. നമ്മളെ വല്ലാതെ ഞെട്ടിച്ചുകൊണ്ടാണ് ഉടമ്പടി പോണത്. അപ്പോൾ ഈ 22 വയസ്സുകാരൻ, പള്ളി കയറാത്തവൻ, കുടുംബപ്രാർത്ഥനയ്ക്ക് ഇറങ്ങിപ്പോകുന്നവൻ, എങ്ങനെയാണ് ദൈവം അവൻ്റെ ഒരു വിഷയത്തിൽ ഇടപെടണത്? എന്നിട്ട് ഇപ്പോൾ അവൻ പറയാണ്, ഞാൻ എൻ്റെ ഉടമ്പടിയല്ല എൻ്റെ ജീവിത പ്രശ്നമല്ല പ്രശ്നം, ഏറ്റവും വലുത് ഉടമ്പടി എന്നെ ദൈവത്തോട് അടുപ്പിച്ചെന്നാണ് പറയണം. ഉടമ്പടി എന്നെ ദൈവത്തോട് അടുപ്പിച്ചു. ഞാൻ എന്താ ഇപ്പം നിങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചുകൂടി ദൈവത്തോട് അടുക്കണം. കാര്യം ഉടമ്പടിയോട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിത പ്രശ്നമാണെങ്കിൽ അത് പ്രശ്നത്തെ ബേസ് ചെയ്താണ് ഉടമ്പടിയിൽ നിങ്ങൾ ചരിക്കണമെങ്കിൽ അത് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു നിർദ്ദേശം, ഒരു പ്രശ്നമില്ലാത്തപ്പോൾ മനുഷ്യനെ ഉടമ്പടി എടുക്കുമെന്നാണ്. ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായ? ഇത് വളരെ സീരിയസ് വിഷയമാണ്. ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത്. ഞങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, ഞങ്ങൾ പിന്നെ ഇതിനെ ഉടമ്പടി എടുക്കണേ എന്ന് ചോദിക്കൂ. പ്രശ്നമുള്ളവരൊക്കെ അപ്പോൾ എടുക്ക്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലെന്ന് പറയും. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാത്തവരാണ് ഉടമ്പടി എടുക്കേണ്ടത് ആദ്യം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പം നിഷ എന്താണ് അമ്മയോട് പറയണത്? അമ്മേ, നിഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? അമ്മേ, എന്നെ നീ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണ്, ഐ നോ ഇറ്റ്. ഇപ്പം ഞാൻ തകർന്നിരിക്കുകയാണ്, എൻ്റെ റിജക്റ്റാകാൻ പോകുന്നു, പണവും എൻ്റെ കയ്യിലില്ല, എന്നെ അവിടെ എത്തിക്കേണ്ട ചുമതല നിൻ്റെതാണ്. എന്നാ രസമുള്ള പ്രാർത്ഥനയാണ്. എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണ്, പക്ഷെ ഞാനിപ്പോൾ ഫ്ലോപ്പിലാണ്. ഇനി എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണെങ്കിൽ എന്നെ എത്തേണ്ടടുത്ത് എത്തിക്കേണ്ട ചുമതല നിൻ്റെതാണ്. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ കൃപയാകണമേ. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് കൈയടിച്ചുകൊണ്ട്, ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം.
ഇതിലെല്ലാം വരുന്ന ഒരു ഇൻറ്റിമസി ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രാർത്ഥനയുടെ ഇന്ധനം അല്ലെങ്കിൽ ടെഷർ എന്ന് പറയുന്നത്. ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ ആത്മബന്ധം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ആ ഉടമ്പടിയുടെ ലക്ഷ്യം പ്രശ്നത്തെ പരിഹരിക്കുകയല്ല. അത് പ്രശ്നത്തെ ഈസിയായിട്ട് പരിഹരിക്കും, അതല്ല പ്രശ്നം. മുഖ്യ ലക്ഷ്യം, ഉടമ്പടിയുടെ ലക്ഷ്യം, ഇറ്റ് ഈസ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. നീ നിൻ്റെ ദൈവവും തമ്മിൽ ജീവിതത്തിൽ ഒരു കാഷ്വൽ റിലേഷൻ അല്ല, വിശ്വാസ സംബന്ധമായ ഒരു റിലേഷൻസ് അല്ല ഉള്ളത്. ഒരു പെർട്ടിക്കുലർ ആൻഡ് പേഴ്സണൽ റിലേഷനാണ് ഉടമ്പടിയിൽ. ഒരു വിശിഷ്യ പെർട്ടിക്കുലറായിട്ടുള്ള വ്യക്തിപരമായ പേഴ്സണലായിട്ടുള്ള റിലേഷൻ്റെ ഏറ്റവും ഇന്ന് നിലവിലുള്ള നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ പോംവഴിയാണ് ഉടമ്പടി. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, മരിയൻ ഉടമ്പടി എന്നുള്ള മഹാദൈവാനുഭവത്തിന്റെ പുതിയ വാതിൽ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ മറിയത്തിലൂടെ തുറന്നു വെച്ച പരിശുദ്ധാത്മാവേ, ഉടമ്പടി എടുത്തവരെയും എടുക്കാൻ പോകുന്നവരെയും ഈ നിമിഷം അനുഗ്രഹിക്കണമേ. സ്വർഗീയ പിതാവേ, പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് സന്തോഷത്തിൽ പാടുക. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഇൻറ്റിമേറ്റ് ആൻഡ് അമീക്കബിൾ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആത്മബന്ധവും സ്നേഹോജ്വലവുമായ ഒരു ബന്ധം ആണ് ഉടമ്പടിയുടെ ഒരു ടാൻജിബിൾ റിസൾട്ട്, സ്പർശ്യമായ ഒരു ഫലമെന്ന് പറയുന്നത്. അപ്പം എന്താ നിങ്ങൾക്ക് ചിലർക്ക് പറ്റണത്, നിങ്ങൾ ഉടമ്പടിയുടെ ഫലം നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ്. നമ്മളെല്ലാവർക്കും നിങ്ങളെ ഉടമ്പടിയുടെ ഫലത്തെ റെഡ്യൂസ് ചെയ്തിരിക്കണം. എങ്ങനെ അറിയാമോ? ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗത്തിന് നിവൃത്തി കിട്ടുകയാണ്. ഇറ്റ് ഈസ് വെരി ഈസി. അതല്ല പ്രശ്നം. ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻഡുണ്ട്, ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്. അതെന്ന് പറയണത് ദൈവമായിട്ട് ഒരു കാലത്തും സാധിക്കാത്ത ഒരു റിലേഷൻ, ബന്ധം. ഇപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ കർത്താവ് ഒരു പ്രാവശ്യം ശിഷ്യന്മാർ സഞ്ചരിച്ചിരുന്ന വള്ളത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയില്ലേ? ഇല്ലേ? എനിക്കറിയാം കഥ. അപ്പോൾ വലിയ കാറ്റുണ്ടായിരുന്നു. കോളും പേമാരിയും പ്രകൃതിക്ഷോഭവും കടൽക്ഷോഭവും ഒരുമിച്ച് വന്ന് വള്ളത്തിൽ വെള്ളം അടിച്ചു കയറി ഇവർ മുങ്ങാൻ പോയപ്പോൾ ശിഷ്യന്മാർ പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നിനക്കൊരു ഗൗനമില്ലേ എന്ന്. കർത്താവേ എന്ന് പറഞ്ഞ, കർത്താവേ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്കൊരു ഗൗനമില്ലേ? നീ ഗൗനിക്കുന്നില്ലേ? ഇപ്പം കർത്താവിനെ കുറ്റപ്പെടുത്തിയാണ് ചോദിക്കുന്നത്. പ്രാർത്ഥനയിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുക. ഇത് പത്രോസിൻ്റെ വായിൽ നിന്ന് വന്നൊരു പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പ്രാർത്ഥനയെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകണത്? കർത്താവെ, ഞങ്ങൾ നശിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ കുറ്റപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ കാര്യം? ബന്ധമില്ല. മനസ്സിലായില്ലേ? ഇപ്പം എന്നോട് പറയാം, അച്ഛാ, എന്നോടിപ്പോൾ ഞാൻ പിള്ളേരെ പ്രാർത്ഥിക്കുമ്പോൾ പറയും, ചിലത് എൻ്റെ കയ്യേക്കറി പിടിക്കും. എന്താണ്? അച്ഛൻ പിടിച്ചില്ലെങ്കിൽ അച്ഛൻ അവിടെ പോയി ഇരിക്കുമല്ല. അത് കാരണം വിഷയം സീരിയസ് ആയതുകൊണ്ട് കയ്യെ പിടിക്കും. ഞാൻ എന്തടി? അതേ, ഞാനിപ്പോൾ 10ാമത്തെ പ്രാവശ്യമാണ് ഇത് എഴുതാൻ പോണത്, ഇനി എന്നെക്കൊണ്ട് എഴുതിക്കത്തില്ല. എന്താണ്? OET IELTS ആണേ. ഞാൻ ഈ 10ാം പ്രാവശ്യമാണ് ഇപ്പോൾ എഴുതാൻ പോണത്, ഇനി കാശില്ല എഴുതാൻ. ഞാൻ പറഞ്ഞു, നീ എന്നോട് എന്നെ പിടിച്ചെടുത്തിയ പോലെ മാതാവിനെ പിടിച്ചെടുത്താൻ പറഞ്ഞു.
എന്താ കാര്യം? അവൾ പറഞ്ഞ കറക്റ്റാണ്, പക്ഷെ അവൾ പറയുന്ന രീതി തെറ്റാണ്. ഇപ്പോഴും ആ പ്രാർത്ഥനയെ അപേക്ഷയാണ്. ഇപ്പം നിഷയുടെ പ്രാർത്ഥന എന്താണ്? എന്നെ ഇവിടം വരെ എത്തിച്ചത് നീയാണ്, നിൻ്റെ കടമയാണ് എന്നെ അന്ത്യം വരെ എത്തിക്കേണ്ടത്. അതൊരു കമാൻഡാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വരുന്ന അതിൻ്റെ സ്റ്റഫ് എന്താ? ഒരു ഇൻറ്റിമസിയാണ്. നമുക്കതുപോലെ പറയാൻ പറ്റണില്ല. എന്താ കാര്യം? നമുക്ക് ആ ഇൻറ്റിമസി ഇല്ല. പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് ബേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി എന്ന് പറയുന്നത് എന്താണ്? ആന്തരിക ആത്മബന്ധമാണ്. ഈ ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ കാണുന്നു അല്ലേ? രോഗികളെ കാണുമ്പോൾ നമ്മൾ ആരായിട്ടാണ് രോഗികളെ കാണുന്നത്? 25-35 അനുസരിച്ചാണ് മത്തായി സിയുടെ സുവിശേഷം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 25-35. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പൊ ഞാനെന്നാ പറയണത്, മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ നമ്മളൊരു രോഗിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പറയരുത് നമ്മുടെ അയൽവാസിയായ ജോണമ്മ ചേച്ചിയാണെന്ന് പറയരുത്. അതാണ് പ്രശ്നം കിടക്കുന്നത്. ഇവിടെയാണ് ഒരു ഉടമ്പടി മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ഇയാൾ അറിയത്തില്ലേ നമ്മുടെ അയൽവാസിയാണേ, ഇന്ന ആളാണെന്ന് പറയും. അങ്ങനെയല്ല, അയാളല്ലത്. ആരാണത്? ഞാൻ രോഗിയായിരുന്നു, മനസ്സിലായില്ലേ? ആ ഇല്ലാത്തവനുമായിട്ട്, വേദനയുള്ളവനുമായിട്ട്, കണ്ണീരുള്ളവനുമായിട്ട് കർത്താവ് താതാത്മ്യപ്പെട്ടിട്ടുണ്ട്. ഈ താതാത്മ്യീകരണം തിരിച്ചറിയുന്നിടത്ത് വെച്ചാണ് നമ്മളുടെ സാമൂഹ്യ പ്രവർത്തനം ഇരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ ഇല്ലായ്മക്കാരനും വല്ലായ്മക്കാരനിലും അവൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും അവിടെ യേശു ക്രിസ്തുവാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് ആണ് ഇപ്പോൾ സഭയ്ക്ക് വന്നിരിക്കുന്ന ദുരന്തം എന്താണെന്നറിയാമോ? കുറേ അണ്ണന്മാർ പോയി MSW എടുത്തുകൊണ്ട് വന്ന് സോഷ്യൽ സർവീസിൽ ഇരിപ്പുണ്ട്. എന്താ പ്രശ്നം വരാവുന്നത്? സഭയുടെ സോഷ്യൽ പ്രവർത്തനമല്ല നടക്കുന്നത്. ശാസ്ത്രീയമായ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ സാങ്കേതികമായി കിട്ടിയിരിക്കുന്ന കുറച്ച് ജ്ഞാനം കൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന കുറച്ച് വർക്ക്സാണത്. അത് ചിലപ്പോൾ സോഷ്യൽ വർക്കായിരിക്കാം, ക്രിസ്തുവുമായിട്ട് അതിന് ബന്ധമില്ല. ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇല്ലായ്മക്കാരനിൽ, വല്ലായ്മക്കാരനിൽ, രോഗികളിൽ, തകർച്ചയുള്ളവന്, ഇപ്പം ഇന്ന് തന്നെ ഈ ആനന്ദം, അവൻ്റെ പേരെന്നെ ആദിത്യ പറയുന്നൊരു സാക്ഷ്യമുണ്ട്. എനിക്ക് ഭയങ്കര പാടാണ് ഈ ആൾക്കാർക്കൊക്കെ സഹായിക്കാൻ. അങ്ങനെ ഒരു മനസ്സിൻ്റെ കയ്യിലില്ല. അതിനുള്ള കാര്യം തുറന്നു പറയുകയും, എനിക്കിങ്ങനെ ഒരു മനസ്സില്ല ആൾക്കാരെയൊക്കെ സഹായിക്കാൻ. അപ്പോൾ എനിക്ക് തോന്നണത് ഇവരെല്ലാം പറ്റിപ്പുകാരാണെന്നാണ് തോന്നണത്. അതുകൊണ്ട് ഞാൻ ആരെയും സഹായിക്കാത്തത്. എല്ലാവരും നിറ തുറന്ന രസമുള്ള സാക്ഷ്യമാണ്. അവരെല്ലാം പറ്റിപ്പുകാരാണെന്ന് തോന്നണം. അപ്പം ഞാൻ പിന്നെ സാമ്പത്തികമായിട്ട് ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കറിയണം അത് കറക്റ്റാണെന്നറിയണം, എന്നാൽ മാത്രമേ ഞാൻ സഹായിക്കത്തുള്ളൂ. അപ്പം അങ്ങനൊരു മനസ്സാണ് എൻ്റേത്. പക്ഷേ ഇപ്പം എന്ത് ചെയ്യാന്നറിയാമോ? എനിക്ക് തോന്നി പലരും വന്ന് എന്നോട് ചോദിച്ചു, ചേട്ടായി ഞങ്ങൾ ഇത്തിരി ജർമ്മൻ പഠിപ്പിച്ചു തരുമോ? എന്നെക്കാൾ ഇളയ പിള്ളേർ വന്നിട്ട് എന്നോട് ചോദിച്ചേ, ചേട്ടായി ഞങ്ങൾ ഇത്തിരി ജർമ്മൻ പഠിപ്പിച്ചു തരുമോ? അപ്പോൾ ഞാൻ 5 പേർക്ക് ജർമ്മൻ പഠിപ്പിച്ചു കൊടുത്തു. അതാണ് എൻ്റെ ഉടമ്പടിയിലെ പരസ്നേഹ പ്രവൃത്തികൾ. ദാറ്റ് മീൻസ് എന്താണ്? ഈശോ അവിടെയും താതാമ്യപ്പെടുകയാണ്. എന്താ പ്രശ്നം? ഈശോയ്ക്ക് ജർമ്മൻ അറിയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ജർമ്മൻ പഠിപ്പിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പോലും അത് ഈശോ ആണ് എന്നിലൂടെ, അവനിലൂടെ എന്നോട് ആവശ്യപ്പെടുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഈശോയുടെ വാക്കുകളെ ഹോണർ ചെയ്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഇൻറ്റിമസി ഉണ്ടാകും. അല്ല ഇൻറ്റിമസി ഉണ്ടാകത്തില്ല. ദൈവം ആത്മാർത്ഥ ദൈവമാണ്. അതുകൊണ്ട് നമ്മളെ കഷ്ടപ്പെടുന്ന ഇപ്പോൾ അദൃശ്യം പറയുന്നത് എന്താണ്? ഇപ്പം ഞാൻ ജർമ്മൻ പഠിപ്പിച്ച് മഴ കൊടുക്കുക മാത്രമല്ല, രോഗികളെ കാണാൻ പോകും. ഞാൻ പിന്നെ ഭക്ഷണമില്ലാത്തൊക്കെ ഭക്ഷണം എത്തിച്ച് കൊടുക്കും. ടോട്ടൽ 22 വയസ്സുകാരൻ ടോട്ടലി ചേഞ്ചിലായി. 22 വയസ്സുകാരനെ ഒരൊറ്റ ഉടമ്പടി കൊണ്ട് ഇത്രയും ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉടമ്പടിയേക്കാൾ നല്ലൊരു സംവിധാനം ഇപ്പം ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. കൈയിടിച്ച് കർത്താവ് ഡെലിവറി ചെയ്യുക. ഉടമ്പടി എന്ന വലിയ പദ്ധതിക്ക് നന്ദി പറയുന്നു. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ